ഹായ് പ്രിയപ്പെട്ടവരെ, അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കേരള രാഷ്ട്രീയത്തിനുമൊക്കെ ഒരു തീരാ നഷ്ടമായി ഒരു യുഗാന്ത്യം സംഭവിച്ചതുപോലെയുള്ള അനുഭവമാണ് സഖാവ് VS കടന്നു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാലം എത്ര കഴിഞ്ഞാലും സഖാവ് VSൻ്റെ പോരാട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സഖാവ് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഒഴുകിയെത്തുകയുണ്ടായി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. അങ്ങനെ വന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് ബഹുമാന്യനായ MA യൂസുഫ് അലി സാഹിബ്. അദ്ദേഹം സഖാവ് VSൻ്റെ ഭൗതിക ശരീരത്തെ സന്ദർശിച്ച ശേഷം അവിടെ നിന്നുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി, അതാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് ആ ഒരു പ്രവൃത്തിയെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇസ്ലാം മതം എന്ന് പറയുന്ന പൗരോഹിത്യ ഇസ്ലാം, വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമും വിശ്വാസികളായിട്ടുള്ള നോർമൽ മുസ്ലിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇസ്ലാമും ഇതെല്ലാം വ്യത്യസ്തമാണ് എന്ന് ആ ഒരു സംഭവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് സഖാവ് VSൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് ബഹുമാന്യനായ MA യൂസുഫ് അലി സാഹിബ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം മത വിശ്വാസികളെ, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഉസ്താദുമാരും മൗലവിമാരും പഠിപ്പിച്ചൊരു ഇസ്ലാമില്ലേ, ആ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു കർമ്മമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെയാണ് ബഹുമാന്യനായ MA യൂസുഫ് അലി സാഹിബിനെ ഒന്ന് മാറ്റി നിർത്തി നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഇസ്ലാമും നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരും മൗലവിമാർ പഠിപ്പിക്കുന്ന ഇസ്ലാമും നമ്മളോട് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണമെന്ന് പറയുന്ന ഇസ്ലാമും രണ്ടും രണ്ടാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് സഖാവ് VS അച്യുതാനന്ദൻ? പരിപൂർണ നിരീശ്വര യുക്തിവാദിയായി 1 നൂറ്റാണ്ട് കാലഘട്ടം ഈ ഭൂമിയിൽ ജീവിക്കുകയും അത്തരമൊരു ഭൗതിക പ്രസ്ഥാനത്തിലെ അംഗമായി തുടരുകയും ഏതുവരെ തൻ്റെ മരണം സംഭവിക്കുന്നത് വരെ തുടരുകയും ആ ഒരു ഭൗതിക പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മനുഷ്യർക്കായി ഒരുപാട് സേവനങ്ങൾ അനുഷ്ഠിച്ച് ഒരു കർമ്മ സാഫല്യം നേടിയ ജീവിതം നയിച്ച ഒരു മഹാ ഇതിഹാസ പുരുഷനായി ഈ ലോകത്തോട് വിടപറന്ന് പോയ ഒരു മഹാനായ മനുഷ്യനാണ് സഖാവ് VS അച്യുതാനന്ദൻ. പോരായ്മകൾ ഒരുപാട് നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊക്കെ കഴിഞ്ഞേക്കാം. മനുഷ്യനാണ്, പോരായ്മകളില്ലാത്ത ഏത് മനുഷ്യനാണ് ഈ ഭൂമിയിലുള്ളത്? പക്ഷേ ആ പോരായ്മകളൊക്കെയും അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി തൽക്കാലം നമ്മളൊന്ന് മാറ്റിവെച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ സഖാവ് VS അച്യുതാനന്ദൻ്റെ വിശ്വാസമെന്ന് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട മാതാവ് രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ഒരുപാട് മനമുരുകി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒരു ദൈവവും കേൾക്കാതെ ആ പ്രിയപ്പെട്ട മാതാവ് മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്ത ഒരു വലിയ വേദന സൃഷ്ടിക്കുന്ന അനുഭവത്തിൽ നിന്നാണ് സഖാവ് VS ഇത്തരത്തിലുള്ള ചിന്താഗതികളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ കാരണമായത് എന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഓർമ്മ വരുന്നു. എന്തു തന്നെയായാലും സഖാവ് VS അച്യുതാനന്ദൻ ഒരു കാരണവശാലും ഒരു ദൈവവിശ്വാസിയോ മതവിശ്വാസിയോ ആയിരുന്നില്ല. 1 നൂറ്റാണ്ട് കാലഘട്ടം അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി വന്ന ബഹുമാന്യനായ MA യൂസുഫ് അലി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിമായ വ്യക്തി ആരോട്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്ന് കരുതി വിശ്വസിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയോട് മനമുരുകി മുകളിലേക്ക് കണ്ണുകൾ നോക്കിക്കൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തിനും മർഹമത്തിനും വേണ്ടി, അഥവാ പാപമോചനത്തിനും കാരുണ്യം ലഭിക്കുന്നതിനും വേണ്ടി സൃഷ്ടാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഈ ലോക മീഡിയകളിലൂടെ നമ്മൾ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മഹല്ലിലെ നിങ്ങളുടെ ഖതീബായ ഉസ്താദിനോട് നിങ്ങൾ ചെന്ന് ചോദിക്കുക,
ഒരു നിരീശ്വര യുക്തിവാദിയായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി മഗ്ഫിറത്തും മർഹമത്തും ചൊല്ലാനോ പ്രാർത്ഥിക്കാനോ പാടുണ്ടോ? ഒരു വിശ്വാസിയായ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അങ്ങനെ മഗ്ഫിറത്തും മർഹമത്തും തേടാൻ പ്രാർത്ഥിക്കാൻ അവകാശമുണ്ടോ? ഇസ്ലാം അതിനെ അനുവദിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ആ ഉസ്താദുമാർ തീർച്ചയായിട്ടും പറയും, മഹാനായ ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ പിതാവായ വിഗ്രഹാരാധകനായ പിതാവിൻ്റെ കാര്യത്തിൽ പാപമോചനത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അതൊരിക്കലും അള്ളാഹു അതിലൊരു മാതൃകയുമില്ലെന്നും അത്തരത്തിൽ ചെയ്യരുത് എന്നുമാണ് കൽപ്പിച്ചത്. വിഗ്രഹാരാധകനായ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവിൽ നിന്ന് ആരാധനകൾ വ്യതിചലിച്ച് മറ്റ് സൃഷ്ടികളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശ്വാസം തന്നെ പേറാതെ നിരീശ്വര യുക്തിവാദിയായി ജീവിച്ച വ്യക്തിക്കോ ഇത്തരത്തിലുള്ളൊരു മഗ്ഫിറത്തോ മർഹമത്തോ തേടിക്കൊണ്ട് ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ഇസ്ലാമിൻ്റെ ഹുക്കും എന്താണ് എന്ന് പ്രിയപ്പെട്ട ഉസ്താദുമാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഇതാണ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു വലിയ പോയിന്റും. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആൻ പരിശുദ്ധമെന്ന് കരുതി അത്രയേറെ ആദരവോടുകൂടി മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ കൊണ്ട് നടക്കുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വാചകങ്ങൾക്ക് എതിരാണ് ബഹുമാനായ എം എ യൂസുഫ് അലി സാഹിബ് അവിടെ പ്രവർത്തിച്ചത്. അതിൻ്റെ അർത്ഥം എം എ യൂസുഫ് അലി സാഹിബ് ഈ പറയുന്ന ഖുർആനിനെയും പ്രവാചകനെയും ഒക്കെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ അവഹേളിക്കുന്നു അല്ലെങ്കിൽ പാടെ നിഷേധിക്കുന്നു എന്നാണോ? ഇനി നാളെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മേൽ ഈ ഒരു പ്രവൃത്തിയുടെ പേരിലോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളുടെ പേരിലോ നാളെ ഈ പണ്ഡിതവർഗം അദ്ദേഹത്തെയും മുർത്തദോ മുശ്രിക്കോ കാഫിറോ ഒക്കെ ആക്കിയേക്കാം. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയമല്ല. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നത് അദ്ദേഹം ഏത് സദസ്സിലും പറയാനും അതിനനുസരിച്ച് ജീവിക്കാനും ആത്മാർത്ഥമായി കൊണ്ട് തന്നെ മൂല്യങ്ങളെ വാല്യൂസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തന്നാൽ കഴിയുന്ന വിധത്തിൽ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശ്രീ എം എ യൂസുഫ് അലി സാഹിബിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് അത്രയധികം സുഖലോലുപതയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് കൂടി മനുഷ്യൻ്റെ വേദനിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം തന്നാൽ കഴിയുന്ന രൂപത്തിൽ ഇടപെടാനും അവരിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാനും സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ബഹുമാനായ എം എ യൂസുഫ് അലി സാഹിബ്. അദ്ദേഹത്തിൽ നിന്ന് ഈ ഇസ്ലാമിസ്റ്റുകളായ പണ്ഡിതന്മാർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മാതൃകകളുണ്ട് എന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിസ്റ്റുകളും മുസ്ലിങ്ങളും ഒന്നല്ല. ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ഈ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അത്തരത്തിൽ ജീവിക്കാൻ കൽപ്പിക്കുന്നവരും അത്തരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ ജീവിക്കുന്നവരുമാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഒരു ഇസ്ലാം, ആ ഇസ്ലാം ഇവിടുത്തെ 99% വരുന്ന മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന വിശ്വാസികൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് ബഹുമാനായ എം എ യൂസുഫ് അലി സാഹിബിൻ്റെ ഈ ഒരു ചിത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഇസ്ലാം ആയിരുന്നെങ്കിൽ വിശ്വാസിയെയും അവിശ്വാസിയെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും ആണിനെയും പെണ്ണിനെയും ഏത് മനുഷ്യരെയും മനുഷ്യനാണ് എന്ന ഏക കോൺസെപ്റ്റിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാനും ബഹുമാനിക്കാനും പരസ്പരം താങ്ങും തണലുമാകാനും കഴിയുന്ന ഒരു ഇസ്ലാമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ഈ ഇസ്ലാം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരർത്ഥത്തിലും ഒരു ഇസ്ലാമിക വിമർശകനും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരേണ്ട സാഹചര്യമില്ല. നിങ്ങൾ ഈ ബഹുമാനായ എം എ യൂസുഫ് അലി സാഹിബിൻ്റെ വീഡിയോകൾ യൂട്യൂബിലൊന്ന് പരതി നോക്കുക. അദ്ദേഹം പങ്കെടുത്ത പല പരിപാടികളിലും സഹോദരൻ്റെ മക്കളുടെ കല്യാണ സന്ദർഭങ്ങളിൽ അതുപോലെയുള്ള പല ഫംഗ്ഷനുകളിലും അദ്ദേഹം സംഗീതം ആസ്വദിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, തന്നാൽ കഴിയുന്ന രൂപത്തിൽ നൃത്തം ചെയ്യുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വാദ പ്രഭാഷണങ്ങൾ കാണുന്നു. അദ്ദേഹം എല്ലാ റമളാനിലും അവസാനത്തെ 10 പരിശുദ്ധ ഹറമിൽ പോയി ഇഅ്തികാഫ് ഇരിക്കുന്നു. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ആരാധന അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ അദ്ദേഹം നിർവഹിക്കുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹം പാവപ്പെട്ട ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പുന്നു. ഇതെല്ലാം നിറഞ്ഞ
ഈ കാരുണ്യവും സ്നേഹവും ദയയും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കാണിക്കുന്ന ആ ഒരു വിശാല ഹൃദയവും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലുള്ള ഒരു സംഭവമാണ് ഇസ്ലാമെങ്കിൽ ഒരിക്കലും നമുക്കാർക്കും അത് വിമർശിക്കേണ്ടി വരില്ല. യൂസഫ് അലി സാഹിബ് ഫോളോ ചെയ്യുന്ന രൂപത്തിൽ ഫോളോ ചെയ്യണമെന്നും അതാണ് ഇസ്ലാം എന്നും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളായ പണ്ഡിത പുരോഹിതന്മാർക്ക് പറയാൻ സാധിക്കുമോ? അവരത് അംഗീകരിച്ചു തരുമോ? എത്രയോ പണ്ഡിതന്മാരുമായി വ്യക്തിബന്ധം പുലർത്തിയ ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ വ്യക്തിപരമായുള്ള അവരുടെയൊക്കെയുള്ള സംസാരങ്ങളിലൊക്കെ ഈ MA യൂസഫ് അലി സാഹിബ് ഒരു വിഷയമായി പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് തികച്ചും എതിരഭിപ്രായമുള്ളവരാണ് പല പണ്ഡിതന്മാരും. എങ്കിലും അദ്ദേഹത്തെ നേർക്ക് നേരെ കാണുന്ന അവസരങ്ങളിലൊക്കെയും വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കുന്ന അവസ്ഥയും ആ ഒരു ഇരട്ടത്താപ്പും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം നിഫാക്കുകൾ ഒഴിവാക്കി നമ്മളെല്ലാവരും മനുഷ്യരാണ്. നേർക്ക് നേരെ നമുക്ക് സംസാരിച്ചാൽ തീരാത്ത പ്രശ്നം എന്താണുള്ളത്? മരണമല്ലാത്ത ബാക്കി എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഈ വാക്കുകളെ വളരെ ഗൗരവത്തോടു കൂടി കാണണം. സംഗീതം ഹറാമാണ്, നൃത്തം ഹറാമാണ്, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള പ്രാകൃതമായ ഇസ്ലാമിൻ്റെ തിയറികൾ കടത്തിക്കൊണ്ടുവന്ന് അത് പ്രാക്ടിക്കൽ ലൈഫിൽ അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ കടന്നു വരുന്ന ഇസ്ലാമിസ്റ്റുകളുടെ ഈ ഒരു നിഫാക്ക് അല്ലെങ്കിൽ ഈ ഒരു കപടത നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു ബഹുമാനായ യൂസഫ് അലി സാഹിബിൻ്റെ ഈ ഒരു പ്രവൃത്തി നമ്മൾ കാണിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മളുടെ വീഡിയോകളിലൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് നിലവിലുള്ള പൗരോഹിത്യ ഇസ്ലാം ഒന്നുകിൽ അപ്ഡേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ആ പറഞ്ഞ മതം ഉപേക്ഷിച്ചിട്ട് മനുഷ്യനായിട്ട് ജീവിക്കുക. ഈ രണ്ടാലൊരു വഴി തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, വിശ്വാസികൾ എത്തി നിൽക്കുന്നത്. കാരണം അത് എത്തി നിൽക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എത്തിയതല്ല. ഒരുപാട് പരിണാമങ്ങൾക്ക് വിധേയമായി മുസ്ലിം സമൂഹം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ചില ന്യൂനപക്ഷം പണ്ഡിത പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ പുരോഗമനപരമായി ചിന്തിക്കുന്ന വിശ്വാസികളെ അവരെ ആ ഒരു സംഭവം തിരിച്ചറിഞ്ഞിട്ട് അവരെ 6-ാം നൂറ്റാണ്ടിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഇപ്പം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പം ഇവരുടെ ദാവത്ത് എന്ന് പറയുന്നത് ഇപ്പം നടക്കുന്നത് മുസ്ലിം സമൂഹം ഇന്ന് അത്രയും പുരോഗതി പ്രാപിച്ച ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന, അവർ വിദ്യാഭ്യാസപരമായിട്ട് ഒക്കെ വളരെയധികം മുൻപിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഒന്നാമത് ഭൗതിക വിജ്ഞാനം നേടിക്കഴിഞ്ഞാൽ തന്നെ മനുഷ്യന് ഇത്തരം പ്രാകൃതമായ ചിന്താഗതികളൊക്കെ വലിച്ചെറിയുന്ന ഒരു അവസ്ഥ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് മുസ്ലിം സമൂഹവും വളരെ പതുക്കെയാണെങ്കിലും എത്തി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അവിടെ നിന്ന് അവരെ പിടിച്ച് 6-ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയി കെട്ടിയാലാണ് ഇവരുടെ മതവിൽപ്പന തകൃതിയോടുകൂടി നടക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു പതിറ്റാണ്ടുകളിൽ നടന്നിരുന്നത് എന്താണ്? മറ്റുള്ള മതസ്ഥരായിട്ടുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, അവരെ ഇസ്ലാം മതം അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് അവരെ സ്വീകരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഏതാനും വർഷങ്ങളായിട്ട് ഒരു 5 കൊല്ലത്തിനുള്ളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി, ഇസ്ലാമിസ്റ്റുകളുടെ കംപ്ലീറ്റ് ദാവത്തും എത്തി നിൽക്കുന്നത് ഇന്ന് നിലവിലുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിശ്വാസികൾ ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ തിരിച്ച് പിടിച്ച് ഈ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ചിന്താഗതിയിൽ തന്നെ വരിഞ്ഞു മുറുക്കി നിർത്തുക. അതിന് ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ സ്വീകരിക്കുക. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകൾ ചിന്തിക്കുന്ന ചിന്തകളെപ്പോലും ലോക്ക് ചെയ്തിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് പോലും മുർത്തദ്ദാകാൻ കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളിത് തിരിച്ചറിയണം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെയോ ഇസ്ലാമിനെയോ ഒക്കെ അവഹേളിച്ചിട്ട് എന്തോ അതിൻ്റെ മുകളിൽ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു അവസ്ഥയൊന്നും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യന്മാർ ഭൂമിയിൽ ശാന്തിയോടും സമാധാനത്തോടും ജീവിക്കുക, ലൈവായി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്നു എന്ന സത്യമാണ്. ആ സത്യം ആണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യ ജീവിതത്തിൽ ശാന്തിയും സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയും ജീവിക്കുക. ഭയപ്പാടോടുകൂടി നാളെ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചിട്ട് ഇന്നത്തെ ജീവിതം നരകതുല്യമാക്കുന്നത് തീർച്ചയായിട്ടും പ്രാകൃതമായ മതങ്ങൾ പഠിപ്പിക്കുന്ന തിയറിയാണ്. നമ്മുടെ ഇന്നലകൾ നമുക്ക് കഴിഞ്ഞു പോയി.
ഇന്നലെ ഉണ്ടായ നഷ്ടം ഇന്നലെ കഴിഞ്ഞു. ആ നഷ്ടം ഇന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിച്ചാൽ നികത്തിയെടുക്കാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം സന്തോഷകരമാക്കുക. ഇന്നത്തെ ജീവിതം സന്തോഷകരമാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കള്ളും കഞ്ചാവും പെണ്ണുമായിട്ട് ആനന്ദിച്ച് ഉല്ലസിച്ച് ജീവിക്കുക എന്ന അർത്ഥമാണ് ഇവർ കൊടുക്കുക. യഥാർത്ഥത്തിൽ സന്തോഷകരമാക്കുക എന്ന് പറയുന്നത് വളരെ പക്വതയോടുകൂടി മാന്യതയോടുകൂടി മറ്റൊരുത്തന്നെയും ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ തൻ്റെ സ്വന്തം ആരോഗ്യം പോലും സംരക്ഷിച്ചുകൊണ്ട് സമാധാനപരമായി ജീവിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അത് പറയുമ്പോഴത്തേക്ക് കള്ളും കഞ്ചാവും അടിച്ച് അങ്ങനെ ജീവിതം ഹോമിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എന്ന് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പാവം വിശ്വാസികൾ ഇവർ പറ്റിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, റമളാനിലെ അവസാനത്തെ 10 പരിശുദ്ധ കഅബാലയത്ത് നോക്കി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവിടെ സമയം ചെലവഴിച്ചുകൊണ്ട് എഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി അത്രയും വലിയ ഒരു കർമ്മം നിർവഹിക്കുന്ന MA യൂസുഫ് അലി സാഹിബ് ഇവിടെ സഖാവ് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഖാവ് VSന് എന്തെങ്കിലും പാപങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കാനും പടച്ചവനെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നീ സ്വീകരിക്കണേ എന്നും അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ എന്ന് പരിശുദ്ധമായ കഅബാലയത്തിങ്കിൽ നിന്ന് പരിശുദ്ധ റമളാനിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന അതേ MA യൂസുഫ് അലി സാഹിബ് ഇവിടെ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് നിന്നും ചെയ്യുന്നു എങ്കിൽ ആ ഇസ്ലാമിനെ ഒരിക്കലും ഒരാൾക്കും വിമർശിക്കാൻ കഴിയില്ല. ആ ഇസ്ലാം മനുഷ്യന് സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. ഏത് തരത്തിലുള്ള മനുഷ്യനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമായിക്കൊണ്ടാണ് MA യൂസുഫ് അലി സാഹിബിൻ്റെ ഇസ്ലാം ഉള്ളത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ഈ പ്രാകൃതമായിട്ടുള്ള പല നിയമങ്ങളും ഇസ്ലാമിലുണ്ടെന്നും അത്തരം നിയമങ്ങളൊന്നും തന്നെ 2025 ജീവിക്കുന്ന വിശ്വാസികളായ നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ലെന്നും അത്തരം കാര്യങ്ങൾ ഇനി അഥവാ പ്രവാചകൻ്റെയും സ്വഹാബത്തിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായതാണെങ്കിൽ അത് അന്നത്തെ കാലഘട്ടത്തിലെ ധാർമ്മിക സദാചാര ബോധം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അത്രയേ വളർന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി അത്തരം ആയത്തുകളോ ഹദീസുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കുക. എന്നിട്ട് കാലത്തിനനുസരിച്ച് ദൈവവിശ്വാസം മുറുകെ പിടിക്കുക. അത് ഏത് പേരിൽ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാലും വിളി കേൾക്കുന്നവൻ ഒരാളാണെന്നും ഉത്തരം നൽകുന്നവൻ ഒരാളാണെന്നും ഏതെങ്കിലും ഒരു പേരിൽ വിളിച്ചതിൻ്റെ പേരിൽ അങ്ങനെ വിളിച്ചു അല്ലെങ്കിൽ അള്ളാഹു എന്ന് ദൈവത്തെ വിളിച്ചില്ല, കർത്താവേ ദൈവമേ എന്നാണ് വിളിച്ചത് എന്നതിൻ്റെ പേരിൽ ആ വ്യക്തിയെ നരകത്തിലിട്ട് കരിക്കും എന്ന് ഈ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന വിധത്തിലുള്ള ആ ആയത്തുകളോ ഹദീസുകളോ ഒന്നും തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സമാധാനപരമായി ജീവിതം നയിക്കുന്ന ഒരാളായിക്കൊണ്ടാണ് നമുക്ക് MA യൂസുഫ് അലി സാഹിബിനെ വായിക്കാൻ കഴിയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ പറയുന്ന ഉസ്താദുമാരെയും മൗലവിമാരെയൊക്കെ നിങ്ങൾ മാറ്റി നിർത്തി ഇത്തരത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനായ MA യൂസുഫ് അലി സാഹിബ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് നമുക്ക് ഇന്ന് ക്യാമറ കണ്ണുകളിലൂടെ ആ വീഡിയോയിലൂടെ നമുക്കത് കാണാൻ കഴിഞ്ഞു. ഇതുപോലെ മനമുരുകി സഖാവ് VSൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച ഇതര മതവിശ്വാസികളുണ്ട്, ദൈവവിശ്വാസികളുണ്ട്. യഥാർത്ഥത്തിൽ നിരീശ്വര യുക്തിവാദിയായ സഖാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് നിന്ന് വിശ്വാസികളായിട്ടുള്ള എത്രയോ വിശ്വാസികൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ. അയാൾ അവിശ്വാസിയാണ്, മറ്റവൻ വിശ്വാസിയാണ്, ഇങ്ങനെ ഒരു വേർതിരിവും വേണ്ട. വിശ്വാസം എന്നത് ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേക ചിന്താഗതിയാണ്. അവിശ്വാസം എന്നതും മനുഷ്യൻ്റെ മറ്റൊരു തരത്തിലുള്ള ചിന്താഗതിയാണ്. രണ്ടും രണ്ട് ചിന്താഗതികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് കാതലായ വേറെ ഒരു വ്യത്യാസമോ ഇല്ല. ഓരോരുത്തരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമാണ്. അത് ഏത് വിഷയങ്ങളും നിങ്ങൾ എടുത്തോളൂ. അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ഈ മതം അല്ലെങ്കിൽ ദൈവവിശ്വാസം. അതിലും രണ്ട് ചിന്താഗതികളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർമ്മങ്ങൾക്കാണ് പ്രധാനം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ വിശ്വാസികൾ ഒരാൾ കമൻ്റ് എഴുതി കണ്ടു, ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അഥവാ
മതവും റിലേറ്റഡ് ആയിട്ടുള്ള കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ് പോലുള്ള ആ കർമ്മങ്ങളെയല്ല നമ്മൾ കർമ്മങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറ്റൊരു മനുഷ്യന് ചെയ്യുന്ന എന്ത് ചെറുതോ വലുതോ ആയുള്ള നന്മകളെയൊക്കെയാണ് കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇതര മനുഷ്യരുമായി നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകളെയാണ് കർമ്മങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം കർമ്മങ്ങൾ മനുഷ്യത്വത്തിലൂന്നി മനുഷ്യൻ എന്ന ഏക കോൺസെപ്റ്റിലാകുക, അതാണ് ഇസ്ലാമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിമർശിക്കേണ്ടതില്ല. എന്നാൽ നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ നമ്മളോട് പറയുന്ന അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ബഹുമാനായ യൂസഫ് അലി സാഹിബിനെ പോലെയുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്നുമില്ല. ഒരു ഉദാഹരണത്തിന് 2-3 ആയത്തുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനായ MA യൂസഫ് അലി സാഹിബ് ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താങ്കളും ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി ഏറെ ബഹുമാനത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ഒരുപാട് കാലഘട്ടമായി പ്രവാസ ജീവിതമാണ് നയിക്കുന്നത്. ഈ കേരളത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ചില പണ്ഡിതന്മാർ താങ്കളുടെ അടുത്ത് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് കോടാനുകോടി രൂപ അവർ താങ്കളിൽ നിന്ന് സംഭാവനയായിട്ടൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഒക്കെ നല്ല കാര്യമാണ്, അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അത് തീർത്തും തെറ്റാണെന്നോ അവർ ആ പണം കൊണ്ടുപോയി മുഴുവൻ എല്ലാവരും ഒറ്റയ്ക്ക് വിഴുങ്ങുകയാണ് എന്നൊന്നും അഭിപ്രായമില്ല. എന്നാൽ അതിൽ ബഹുഭൂരിഭാഗവും അവർ ചിലവഴിക്കുന്നത്, അതിൽ കുറച്ച് പണം യതീമുകളായ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കുറേ പണം ദാവത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത, അതേറെ റെസ്പെക്റ്റോടു കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ചില ന്യൂനപക്ഷം പണ്ഡിത പുരോഹിതന്മാർ ഈ പരിശുദ്ധ ഖുർആനിലെ അന്നത്തെ പ്രാകൃതമായിട്ടുള്ള അവസ്ഥകളിൽ അവതീർണമായിട്ടുള്ള ചില ആയത്തുകളൊക്കെ മുൻപിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേകതരം ഒരു ഇസ്ലാമുണ്ട്. ഒരു പ്രത്യേകതരം കാരുണ്യവും പ്രത്യേകതരം സമാധാനവുമാണ് അവർ പഠിപ്പിക്കുന്നത്. പ്രവാസ ജീവിതം നയിക്കുന്നത് കൊണ്ട് താങ്കൾക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നെനിക്കറിയില്ല. എന്തായാലും ദയവ് ചെയ്ത് താങ്കളുടെ ശ്രദ്ധ അതിലേക്ക് കൂടി കൊണ്ടുവരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, ഈ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഈ പണ്ഡിത പുരോഹിതന്മാർ ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള ചിന്താഗതികൾ പഠിപ്പിക്കുന്നത് കൊണ്ട് വളരെ ന്യൂനപക്ഷം ആളുകളെങ്കിലും ആ ഒരു സംഭവം ജീവിതത്തിൽ പകർത്തി മറ്റു മനുഷ്യരുടെ ശാന്തിയും സമാധാനമുള്ള ജീവിതത്തെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് വളരെ ചുരുക്കം ആളുകളാണ്. മുസ്ലിങ്ങളായ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് അഭിപ്രായം എനിക്കില്ല. ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ അവർ ചിന്തിക്കുന്നില്ല. എങ്കിലും പാല് എത്ര പരിശുദ്ധമാണ്, ആ പാലിൽ ഒരു തുള്ളി വിഷം ചേർന്നാൽ ആ പാല് പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികൾ 99% വരുന്ന വിശ്വാസികളുടെ ഇടയിലേക്ക് 1% അല്ലെങ്കിൽ 0.5% ഈ വിഷം കലർന്ന ചിന്താഗതി പേറുന്ന ആളുകളുണ്ടെങ്കിൽ അത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെ ബാധിക്കും എന്നത് കൊണ്ടാണ് ഈ ഒരു സംസാരിക്കേണ്ടി വന്നത്. ഇത് നമ്മളിത് തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ പറയപ്പെട്ട ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പലരും നമ്മളെ വേട്ടയാടുന്നുണ്ട്. മുസ്ലിങ്ങൾ പരിശുദ്ധമെന്ന് കരുതുന്ന ഈ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ബഹുമാന്യ MA യൂസഫ് അലി സാഹിബിനെ അത് പരിഭാഷയിൽ പരിശോധിച്ച് നോക്കാം. അത്തരത്തിലുള്ള ആയത്തുകൾ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഒരാൾ മുഅ്മിനാവുകയുള്ളൂ അല്ലെങ്കിൽ മുസ്ലിം ആവുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചിന്താഗതി പേറുന്ന പണ്ഡിത പുരോഹിതന്മാരിവിടെയുണ്ട്. അവരൊക്കെയും താങ്കൾക്കെതിരാണ്. താങ്കൾ ഈ ചെയ്ത VSൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് വെച്ച് ചെയ്തതും, അതുപോലെ തന്നെ പാവപ്പെട്ട മറ്റു മതസ്ഥരായിട്ടുള്ള അമ്മമാരെയും അച്ഛന്മാരെയും അതുപോലെ സഹോദരി സഹോദരന്മാരെയൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നതും, അത്തരത്തിലുള്ള മതവിശ്വാസങ്ങൾ പേറുന്ന ആളുകളെ ആത്മാർത്ഥ സുഹൃത്തുക്കളായും താങ്കളുടെ ബിസിനസ് മേഖലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ അവരെ വെക്കുന്നതുമൊക്കെ ഒരു അവജ്ഞയോടെ അല്ലെങ്കിൽ ഒരു വിരോധത്തോടു കൂടിയൊക്കെ കാണുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിത പുരോഹിതന്മാർ കേരളത്തിലുണ്ട് എന്ന ഒരു സത്യം, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ ഉണ്ട് എന്നൊരു വസ്തുത ബഹുമാനപ്പെട്ട MA യൂസഫ് അലി സാഹിബിനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണം. അത് അപകടമല്ലേ എന്ന് ചിന്തിക്കണം. കാരണം നമ്മളിവിടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യരാണ്, നമ്മൾ കേരളീയരാണ്, മലയാളികളാണ്, ഇന്ത്യക്കാരാണ് എന്നൊക്കെയുള്ള
മനുഷ്യത്വത്തിലൂന്നിയ ചിന്താഗതികളിലാണ്. അങ്ങനെ ആ ചിന്താഗതികൾ പേറി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും, അവൻ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഒക്കെ മനുഷ്യൻ എന്ന ഏക കോൺസെപ്റ്റിൽ പരസ്പരം താങ്ങും തണലുമാകാൻ കഴിയുന്ന ഒരു നല്ലൊരവസ്ഥ നമ്മളിലുണ്ട്, മലയാളികളിലുണ്ട്. അതുകൊണ്ടാണ് ഒരു മലയാളി കുറ്റക്കാരനാണെങ്കിൽ പോലും മറ്റു രാജ്യത്ത് ശിക്ഷ അനുഭവിച്ച് ദയനീയ അവസ്ഥയിലുണ്ട് എന്നറിയുമ്പോൾ എത്ര കോടി രൂപയാണെങ്കിലും അത് പിരിച്ചിട്ട് അയാളെ രക്ഷിക്കണം, അയാൾക്ക് പുറത്തു കൊടുത്ത് അയാളെ രക്ഷിക്കാൻ, ജീവിക്കാൻ അനുവദിക്കുന്ന എന്തെങ്കിലും ഓപ്ഷൻ ആ രാജ്യത്തുണ്ടോ എന്ന് ഗവേഷണം നടത്തിയിട്ട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് അതുകൊണ്ടല്ലേ. അങ്ങനെ രക്ഷിച്ചെടുക്കുന്നത് ആ ഒരു മനുഷ്യത്വം നിറഞ്ഞ സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ. ആ സ്നേഹത്തേക്കാൾ വലിയ ആത്മീയത മറ്റെന്തുണ്ട്? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ലേ ബഹുമാനായ MA യൂസുഫ് അലി സാഹിബ് താങ്കൾ. പക്ഷേ ഈ ചിന്താഗതികളെ വെറുക്കുന്ന ഒരുപാട് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള പണ്ഡിത പുരോഹിതന്മാരുണ്ട്. അവർ അതിന് കാരണമായി പറയുന്നത് ഖുർആനിലെ ചില ആയത്തുകളാണ്. ഞാൻ ആ ആയത്തുകളൊക്കെ എത്രയോ തവണ വായിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഖുർആനിൽ അങ്ങനെയൊക്കെയുള്ള ആയത്തുകളുണ്ട്. പക്ഷേ ബഹുമാനായ MA യൂസുഫ് അലി സാഹിബ് ആ ആയത്തുകൾ ഫോളോ ചെയ്യുന്നില്ല. ആ ആയത്തുകൾ താങ്കൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ മനുഷ്യസ്നേഹിയായി ജീവിക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ താങ്കളെപ്പോലെയുള്ള ആളുകൾ നയിക്കുന്ന ജീവിതമാണ് ആത്മീയമായ സ്പിരിച്വലായിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതാണ് ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ ദൈവം സ്വീകരിക്കുന്നതും അത്തരത്തിലുള്ള ജീവിതമാണെന്ന് എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. ഞാൻ അത്തരത്തിലുള്ള മാനവിക മൂല്യങ്ങളെ, മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളെ വാല്യൂയോടുകൂടി കാണുകയും അത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അത്തരത്തിലുള്ള ഒരു വിശ്വാസങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു വിശ്വാസിയുമാണ് ഞാൻ. പക്ഷേ ഇന്ന് പൗരോഹിത്യ ഇസ്ലാമിസ്റ്റുകൾ പഠിപ്പിക്കുന്ന ആ ഒരു മതത്തെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? എൻ്റെ മനസ്സാക്ഷി അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് ആ ആയത്തുകളിൽ പറഞ്ഞതുപോലെ ബഹുമാനായ MA യൂസുഫ് അലി സാഹിബിനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. പോട്ടെ, 99% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാം. 99% വരുന്ന മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളും ബഹുമാനരായ MA യൂസുഫ് അലി സാഹിബിനെ പോലെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ആയത്തുകൾ ഫോളോ ചെയ്യുന്നില്ല. അത്തരമൊരു ഇസ്ലാം മതത്തിൽ അവർ വിശ്വസിക്കുന്നുമില്ല. അത്തരമൊരു മതം അവരുടെ മതം അത്തരത്തിലാണെന്ന് അവർ പലപ്പോഴും അറിയുന്നു പോലുമില്ല. ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെ, വിമർശനങ്ങളിലൂടെയാണ് അങ്ങനെ ഒരു ആയത്തുണ്ട് എന്നുള്ളത് പോലും ഈ പാവപ്പെട്ട 99% വരുന്ന നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളെ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയ കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിലപാടെന്താണ്? അതിനെ തള്ളുക, അത്തരം ചിന്താഗതികളെ അപ്ഡേറ്റ് ചെയ്യുക, അതിനെ മാനവികമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പാടെ അത്തരത്തിലുള്ള ആളുകളെ, ആയത്തുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൽപ്പനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ അതിന് പകരം മനുഷ്യത്വവും മാനവിക മൂല്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പുതിയ ഒരു രൂപത്തിൽ മതത്തെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുക. എല്ലാത്തിനും അപ്പുറം നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും മനുഷ്യത്വമുള്ള നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. ആ ഒരു ജീവിതം കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ, സ്വർഗപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം വിശ്വാസികളും. ആ ഭൂരിപക്ഷം വിശ്വാസികൾ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ചില ആയത്തുകൾ നമുക്കൊന്ന് വായിക്കാം. 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദ 51-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ ബഅ്ളുഹും ഔലിയാഉ ബഅ്ള് വമൻ യതവല്ലൗനഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഹേ വിശ്വസിച്ചവരെ, യഹൂദികളെയും നസ്രാണികളെയും നിങ്ങൾ ആത്മമിത്രമാക്കി വെക്കരുത്. ഇത് സത്യവിശ്വാസികളോട് മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു കൽപ്പനയാണ്, ഒരായത്താണ്. ഇത് വിശ്വസിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 99% ഉള്ള മുസ്ലിങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല, അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് കൊണ്ടുവരുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ബഹുമാനായ MA യൂസുഫ് അലി സാഹിബിനെ പോലെ അറിയപ്പെടുന്ന ആളുകൾ.
ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹേ വിശ്വസിച്ചവരെ, അഥവാ മുസ്ലിങ്ങളോട് പറയാണ്, മോമിനിങ്ങളോട് പറയാണ്, ഹേ വിശ്വസിച്ചവരെ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രങ്ങളാക്കി വെക്കരുത്. അവരിൽ ചിലർ ചിലരുടെ ബന്ധുമിത്രങ്ങളാകുന്നു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരോട് മൈത്രി സ്ഥാപിക്കുന്ന പക്ഷം നിശ്ചയമായും അവൻ അവരിൽപ്പെട്ടവനായിരിക്കും. നിശ്ചയമായും അള്ളാഹു അക്രമികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ല. നമ്മളുടെ കൂട്ടുകാരായി ആത്മമിത്രങ്ങളായിട്ട് ഈ പറഞ്ഞ ആളുകളെ ഒന്നും വെക്കരുത് എന്ന് ഒരു മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഇങ്ങനെ കൽപ്പിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ റമളാനിൽ ഖത്തം തീർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ മുഴുവൻ ഓതിപ്പോകുന്നുണ്ട്. ഈ ആയത്തുകളൊക്കെ നമ്മൾ ഓതിപ്പോകുന്നുണ്ട്. തറാവി നമസ്കാരത്തിൽ ഇമാം ഈ ആയത്തുകളൊക്കെ ഓതുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനോടൊപ്പം നിൽക്കാൻ, ഇത് പുൽകാൻ നമുക്കാകുമോ? ഇത് പുൽകാൻ മനുഷ്യത്വം ഒരല്പമെങ്കിലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലുള്ളൊരു മനുഷ്യർക്ക് കഴിയില്ല. അത് കഴിയില്ല എന്നും അതിനെതിരെ ജീവിക്കലാണ് മോക്ഷത്തിനുള്ള മാർഗം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ആയത്തുകളൊക്കെ ഏതോ മൂലക്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് മനുഷ്യനായിട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കാതെ മനുഷ്യത്വമുള്ളവനായിട്ട് ജീവിക്കുന്നത്. ക്രിസ്ത്യാനികളെയും യഹൂദികളെയൊന്നും മിത്രങ്ങളാക്കി വെക്കരുത്. ബഹുമാനായ എം.എ. യൂസഫ് അലി സാഹിബിൻ്റെ ബിസിനസ് സാമ്രാജ്യം, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ വിശാലമായ ആ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൽ ഈ ആയത്ത് പ്രാക്ടിക്കലാക്കാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളിലും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളിലും യഹൂദ ക്രിസ്ത്യാനികളായിട്ടുള്ള അല്ലെങ്കിൽ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളില്ലേ? അദ്ദേഹത്തോട് ഏറ്റവും ആത്മബന്ധം പുലർത്തുന്ന ഒരു 10 ആളുകളെടുത്താൽ അതിൽ എത്ര പേർ ഈ പറയുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ടാകും? മോമിനിയങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു മനുഷ്യന് അസാധ്യമാണ് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ സുഹൃത്തുക്കളാക്കിയും അതുപോലെ തന്നെ അവരുടെ കർമ്മമണ്ഡലങ്ങളിലൊക്കെ അവരോട് ഇഴുകിച്ചേർന്ന് ജീവിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യത്വമുള്ളൊരു മനുഷ്യന് കഴിയൂ. അതിനെതിരെ നിന്നുകൊണ്ട് ഈ ആയത്ത് പ്രകാരം ജീവിക്കാൻ ഒരു കാരണവശാലും 2025 ജീവിക്കുന്നത് നമുക്ക് സാധ്യമല്ല. അത് സാധ്യമല്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനെതിരെ ജീവിക്കുന്ന ജീവിതമാണ് 99% വരുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ യൂസഫ് അലി സാഹിബിനെ പോലുള്ള ആളുകളും. ഇത് നമ്മൾ പറയുന്നത് തെറ്റാണോ? ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ വസ്തുത. 99% വിശ്വാസികളും ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം ഇപ്പോൾ യൂസഫ് അലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനും സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിജയിപ്പിച്ച മനുഷ്യനാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മനുഷ്യരുടെ സംസ്കാരവും ധാർമ്മിക ബോധവും ഒക്കെ അവരോടൊപ്പം ജീവിച്ച് കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അങ്ങനെ ലോക പരിചയമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സംഭവങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനും കഴിയും. നമ്മൾ അതിന് ശ്രമിക്കുക. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന സംസ്കാരങ്ങളും അതുപോലെ തന്നെ മനുഷ്യരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാനും അറിയാനും ലോകം ഒരു സഞ്ചാരം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ കൈകളിലുള്ള മൊബൈലുകളിൽ കൂടിയെങ്കിലും അറിയാൻ ശ്രമിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാകൃതമാണെന്നും മനുഷ്യത്വ വിരുദ്ധമാണെന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അത്തരം കാര്യങ്ങളെ മാറ്റിവെക്കാനും നമുക്ക് കഴിയുക തന്നെ ചെയ്യും. ഇനി മറ്റൊരായത്ത് ശ്രദ്ധിക്കൂ. സൂറത്തുൻ നിസാ 4-ാം അധ്യായത്തിലെ 144-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ അതുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനൻ മുബീന. ഹേ വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ കൂടാതെ അവിശ്വാസികളെ നിങ്ങൾ മിത്രങ്ങളാക്കി സ്വീകരിക്കരുത്. നിങ്ങൾക്കെതിരെ അള്ളാഹുവിന് വ്യക്തമായ ഒരു അധികൃത രേഖ ഉണ്ടാക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? ഇവിടെയും സത്യവിശ്വാസികളോട് പറയുകയാണ്, സത്യവിശ്വാസികളെ കൂടാതെ അഥവാ മുഅ്മിനുകളായ മുസ്ലിങ്ങളായ ആളുകളെ കൂടാതെ അവിശ്വാസികളെ. ഈ അവിശ്വാസികളുടെ ഗണത്തിൽ ആരൊക്കെ പെടും? ഇസ്ലാം മതം വിശ്വസിക്കാത്ത, അള്ളാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാത്ത സകലരും അവിശ്വാസികളാണ് ഈ ഖുർആനിൻ്റെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം. അവരുമായി മൈത്രി ബന്ധം പുലർത്തരുത്, അവരെ മിത്രങ്ങളാക്കി വെക്കരുത് എന്നത് അമ്രാണ്, കൽപ്പനയാണ്. ഈ കൽപ്പന ഖുർആനിൻ്റെ ഹദീസിൻ്റെ കൽപ്പനയല്ല, ഹദീസിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളൊരു കൽപ്പനയല്ല. പരിശുദ്ധമെന്ന് പറയുന്ന ഈ പരിശുദ്ധ ഖുർആനിലെ ഒരു കൽപ്പനയാണ്. സൂറത്തുൻ നിസായിലെ 144-ാമത്തെ ആയത്താണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കൽപ്പനയാണ്. ഈ കൽപ്പന 99% വരുന്ന മുസ്ലിങ്ങളും പുച്ഛത്തോടെ തള്ളിക്കളയുന്നു എന്ന് വേണം പറയാൻ. അവർ വെറും തള്ളിക്കളയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ പറയാൻ കാരണം, പരസ്യമായ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയും തന്നെ
ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ അവർ പരസ്പരം താങ്ങും തണലുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരുപാട് സമ്പന്നമായ മുഹൂർത്തങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. അത്തരം സംഭവങ്ങളൊക്കെയും നമ്മളോട് വിളിച്ചോതുന്നത് ഈ ആയത്തുകളെ അവർ പുച്ഛിച്ച് തള്ളുന്നു എന്ന് തന്നെയാണ്. അത് വായ കൊണ്ട് അവർ പറയുന്നില്ല, പക്ഷെ അവരുടെ പ്രവൃത്തിയിലൂടെ അതാണ് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് വേവലാതി പൂണ്ടിട്ടാണ് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇത്തരം സംസാരങ്ങൾ കേൾക്കരുത്, പരിശുദ്ധ ഖുർആനായാലും ചരിത്ര ഗ്രന്ഥങ്ങളിലായാലൊക്കെ ഒരു പരിധി വിട്ട് നമ്മൾ വായിക്കരുത്, പഠിക്കരുത്, ചിന്തിക്കരുത് എന്ന് പറയുന്ന ഒരു ദയനീയമായ അവസ്ഥയിൽ എത്തിയത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇത് അവരുടെ ലൈഫിൽ, പ്രാക്ടിക്കൽ ലൈഫിൽ ഈ മുസ്ലിം സമൂഹം ഇതിനൊക്കെ അവഗണിച്ചത് കണ്ടിട്ട് തങ്ങളുടെ കച്ചവടം പൂട്ടിപ്പോകുമല്ലോ എന്നുള്ള വേവലാതി കൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കരുത്, ചിന്തയിൽ പോലും അതിര് കവിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തിട്ടൂരം ഇറക്കിയിട്ട് അവർ ഭരണരംഗങ്ങളിൽ, വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മൂലകാരണം ഇതാണ്. ഇനി അടുത്ത ആയത്തിൽ എന്താ പറയുന്നത് നോക്കാം. വേറൊരു അധ്യായത്തിൽ സൂറത്തു തൗബ 9-ാമത്തെ അധ്യായം 28-ാമത്തെ വാചകത്തിൽ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ വലാ യഖറബുൽ മസ്ജിദൽ ഹറാം എന്ന് പറഞ്ഞിട്ട് ആയത്ത് അങ്ങനെ പോകുന്നുണ്ട്. ആ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന നജസുൻ എന്താ അതിൻ്റെ അർത്ഥം? ഹേ വിശ്വസിച്ചവരെ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രികൂന തീർച്ചയായിട്ടും മുശ്രിക്കുകൾ നജസ്. എന്താണ് നജസ്? നജസ്സായ ഒരു സംഭവം നമ്മളെ വസ്ത്രത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ, നമ്മൾ നമസ്കരിക്കുന്ന ആ സ്ഥലത്തുണ്ടെങ്കിൽ ആ നമസ്കാരം പടച്ചവൻ സ്വീകരിക്കില്ല. അത്രയും മ്ലേച്ഛമായ ഒന്നാണ് നജസ് എന്ന് പറയുന്നത്. മ്ലേച്ഛമായത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ മ്ലേച്ഛമായ വൃത്തികെട്ട ഒന്നാണ് എന്ത്? ഇന്നമൽ മുശ്രികൂന നജസ്. ഈ മുശ്രിക്കാരാണ് ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മ്ലേച്ഛമായതാണ് എന്ന്. ഈ മ്ലേച്ഛമായിട്ടുള്ളത് അഥവാ അശുദ്ധമായത് എന്ന പദപ്രയോഗം ഈ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബഹുദൈവ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഒക്കെ സൃഷ്ടിച്ച ഒരു തമ്പുരാൻ, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ തമ്പുരാൻ ഇങ്ങനൊരു വാചകം അവർക്കെതിരെ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. ഒന്നുകിൽ ഈ പറയുന്ന ആയത്തുകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയതാകണം, അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം വേറെന്തെങ്കിലും ആയിരിക്കണം. ഇന്ന് അറബി ഭാഷ പഠിച്ച ഏതൊരു അവിശ്വാസിയായ ഒരു അറബി അറിയുന്ന ഒരാളോട് നിങ്ങളൊന്ന് ചോദിക്കുക, ഇന്നമൽ മുശ്രികൂന നജസുൻ, അതിൻ്റെ അർത്ഥം എന്താണ്? അറബി ഭാഷയിൽ പറയുന്ന അർത്ഥമല്ലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിന് പുതിയൊരു അർത്ഥം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഒരു വാക്കിന്, ഒരു ഭാഷയിലുള്ള ഒരു വാക്കിന് എന്താണോ അർത്ഥം, ആ അർത്ഥമല്ലേ നമുക്ക് നൽകാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന മുശ്രിക്കുകൾ അശുദ്ധർ തന്നെയാകുന്നു. അവിടെ ഒരു സംശയമില്ല, നിശ്ചയമായും മുശ്രിക്കുകൾ അശുദ്ധർ തന്നെയാകുന്നു. അതിനാൽ അവരുടെ ഈ കൊല്ലത്തിന് ശേഷം അവർ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധ കഅബാലയം, അവിടേക്ക് സമീപിക്കരുത്, അവിടത്തേക്ക് വരരുത്. കാരണം എന്താണ്? അവർ അശുദ്ധരാണ്. അവരുടെ വിശ്വാസം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഒക്കെ അശുദ്ധരായി മ്ലേച്ഛമായി ജീവിതം നയിക്കുന്ന ആളുകളാണെന്നും അവരെ ഒരു കാരണവശാലും ഈ പരിശുദ്ധ ഭവനത്തിൻ്റെ അടുത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്നും ഒരു തിട്ടൂരമിറക്കുന്ന ഒരു സൃഷ്ടാവാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല? നിങ്ങൾ ചിന്തിക്കൂ. യഥാർത്ഥത്തിൽ അത് ഏറ്റവും വർഗീയമായിട്ടുള്ളൊരു പരാമർശമല്ലേ? മനുഷ്യരെ രണ്ടായി തിരിക്കുകയും അവർക്കിടയിൽ വൈരാഗ്യം വമിപ്പിക്കുകയും അവരെ എന്താ പറയുക ശത്രുക്കളെ ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു ആയത്തല്ലേ, അല്ലെങ്കിൽ ഒരു പദപ്രയോഗമല്ലേ ഇത്? എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത് ഇത്രയും സിമ്പിളായി നിങ്ങളോട് സംസാരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് തിരിച്ചറിഞ്ഞിട്ട് അതിനർഹിക്കുന്ന പ്രാധാന്യം കൊടുത്താൽ മതി. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. നമ്മുടെ ചുറ്റുപാടും മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അവന് ശാന്തിയും സമാധാനത്തോട് ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനാകുക അത് ചെയ്യുക എന്നുള്ളതിനാണ് പ്രാധാന്യം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്, നമ്മൾ എന്താണ് അനുഭവിച്ചത്, ഇത് ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെ നമ്മുടെ മരണശേഷം എന്താകുമെന്നാലോചിച്ചിട്ട്
ഇന്ന് ലൈവായി ജീവിക്കാൻ കിട്ടിയ അവസരത്തെ കളഞ്ഞു കുളിച്ച് അതിന് വാല്യൂ കൊടുക്കാതെ വരാനിരിക്കുന്നോ എന്തോ ഒന്നിനു വേണ്ടി പൊയ്ക്കിനാവ് കണ്ട് ഈ വിലപ്പെട്ട സമയങ്ങളെ നഷ്ടപ്പെടുത്തരുതേ എന്ന് പറയാനാണ് ഇത്രയും സംസാരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മൗലവിമാരെ, പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ബഹുമാനായ MA യൂസഫ് അലി സാഹിബിൽ നമുക്ക് ഏറെ പഠിക്കാനും മാതൃകയാക്കാനുമുണ്ട്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ 99% ലൈഫും നമ്മൾ എടുത്തു നോക്കിയാൽ വളരെയധികം കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളുമായിട്ട് ജീവിച്ച കാലഘട്ടം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അത്രയേറെ കഷ്ടപ്പാടുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമങ്ങൾക്കും അധ്വാനങ്ങൾക്കും ഒടുവിലാണ് ഈ ഒരു ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തത്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അനേകായിരം തൊഴിലാളികൾക്ക് അദ്ദേഹം തൊഴിൽ നൽകി അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു രക്ഷകർത്താവ് കൂടിയാണ് ബഹുമാനായ MA യൂസഫ് അലി സാഹിബ്. അദ്ദേഹം ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ മാതൃകയാക്കേണ്ടതാണ്. അവിടെയൊക്കെയും തന്നെ മതം കയറ്റി അദ്ദേഹത്തെ മുശ്രിക്കും കാഫിറും മുർത്തദൊക്കെ ആക്കാൻ ശ്രമിക്കുന്ന മതഭ്രാന്തന്മാരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളോട് അദ്ദേഹം പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്ന ജീവിതം കണ്ട് പഠിച്ച് അങ്ങനെയുള്ളൊരു ഇസ്ലാം ഈ പാവപ്പെട്ട വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഇത്തരത്തിൽ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതികൾ പേറുന്ന ആയത്തുകളാണെങ്കിലും ഹദീസുകളാണെങ്കിലും ഒക്കെ അതൊക്കെ അവജ്ഞയോടെ മാറ്റിവെച്ചുകൊണ്ട് അതിനൊക്കെ പകരമായി മാനവിക മൂല്യങ്ങൾക്ക് വാല്യൂ കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി നിങ്ങളും പരിശ്രമിക്കണമെന്നും അത്തരത്തിൽ ചിന്തിക്കാൻ ഇനിയെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഈ ഒരു മനുഷ്യത്വപരമായ മാനവിക മൂല്യങ്ങൾക്ക് വാല്യൂ കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന ബഹുമാനനായ MA യൂസഫ് അലി സാഹിബിനോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും കടപ്പാടുകളും എല്ലാം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലെ മനുഷ്യത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മുടെ പണ്ഡിത പുരോഹിതന്മാർക്കും പാവപ്പെട്ട വിശ്വാസികൾക്കുമൊക്കെ അത് പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ എളിയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക്